ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് 3 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. ഒരു ബിസിനസ്സിന് ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ അവരുടെ പണം നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനി അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അതിനെ എന്തായിട്ട് പറയാം, നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ ചോദിച്ച ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് എന്ത് പറയാം, റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് എത്രയാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. ദ ഫേം റിക്വയേഴ്സ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഫേമിന് അവർക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിക്വയർ ചെയ്യുന്ന കാര്യം എന്താ, ടു ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിൽ ഫേമിൻ്റെ വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നതും ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെ എന്ത് പറയാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് പേ ടു ദ സപ്ലയേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ആരാണോ ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് ഫേം കൊടുക്കേണ്ട റേറ്റ് ഓഫ് റിട്ടേണിനെയാണ്. എന്തിനാണ് കൊടുക്കുന്നത്, ഫോർ യൂസിങ് ദെയർ ഫണ്ട്. ഒരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് 1,00,000 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തു പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് ക്യാപിറ്റൽ കിട്ടുകയാണ്. അയാളുടെ പൈസ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കണം, അതൊന്നൊരു റിട്ടേൺ അവർക്ക് കൊടുക്കണം അല്ലേ. അതിനെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോസ്റ്റ് ആണോ, അല്ല. ഇറ്റ് ഈസ് റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദ പ്രോജക്ട്സ്, ഹെൻസ് ഇറ്റ് ഈസ് എ ഹേർഡിൽ റൈറ്റ്. ഇതെന്താണ്, ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ആണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, ഒരുപാട് അവർക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതൊരു കോസ്റ്റ് ആയിട്ട് പറയേണ്ടതില്ല. പിന്നെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരു ഫേമിന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. മാർക്കറ്റിൽ അതിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേമിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പണം ആവശ്യമാണ്. അതിന്